ഈ കപ്പൽ ആടിയുലയില്ല എന്നും കാരണം നമുക്കൊരു കപ്പിത്താനുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉദ്ദേശിച്ച് നിയമസഭയിൽ അട്ടഹസിച്ച മന്ത്രിയാണ് വീണ ജോർജ്. ഇപ്പോൾ നോക്കുമ്പോൾ കപ്പിത്താനും കപ്പലുമെല്ലാം ഒന്നിച്ചാടി ഉലയുകയാണ്. മാത്രമല്ല 2 മാസത്തിനുള്ളിൽ ഒരുപക്ഷെ ഇത് മുങ്ങിപ്പോകുമെന്നും ഉറപ്പിച്ചിരിക്കുന്നു. ഒരുപാട് അബദ്ധങ്ങളുടെ കൂടാരമാണ് ആരോഗ്യവകുപ്പ്. വയറ്റിൽ തുണി വെച്ച് തുന്നിയതും മൂക്കിൽ പഞ്ഞി വെച്ചതും കാലുമാറി ശസ്ത്രക്രിയ ചെയ്തതും കുഞ്ഞിൻ്റെ കാല് മുറിച്ചു മാറ്റിയതും രോഗിയെ ഒരാഴ്ച കിടത്തി ചികിത്സ നൽകാതെ കൊന്നതും രോഗിക്ക് കൂട്ടിരിക്കാൻ വന്നയാൾ ആശുപത്രി തകർന്നു മരിച്ചതും എന്ന് വേണ്ട വീണ ജോർജിൻ്റെ ആരോഗ്യ പരിഷ്കാരങ്ങൾ എണ്ണിത്തീരാത്തതാണ്. അതിനെല്ലാം അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും അത് ആരോഗ്യവകുപ്പിൻ്റെ വീഴ്ചയല്ല എന്ന് റിപ്പോർട്ട് എഴുതി വാങ്ങുകയും ചെയ്യുന്ന ഒരേ ഒരു പണിയായിരുന്നു ഈ മന്ത്രിയമ്മക്ക്. എന്നാൽ ഇനി അങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് കേരളം തന്നെ തീരുമാനിച്ചിരിക്കുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയക്കിടെ സ്ത്രീയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ കേരളത്തിൻ്റെ പ്രതിഷേധം അതിശക്തമാകുകയാണ്. ഇത് കേരള ജനതയുടെ ആവശ്യമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ആ മന്ത്രി ആരോഗ്യമന്ത്രിയെ പിടിച്ചു പുറത്താക്കാൻ കേരളം തന്നെ മുന്നോട്ട് വരുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. ആരോഗ്യവകുപ്പിനെതിരെയും ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെയുമുള്ള ശക്തമായ പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുമുന്നണി സർക്കാരിൻ്റെ അടിത്തറ ഇളക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുന്നു. കേരളത്തിൽ മന്ത്രിമാർ 20ഓളം ഉണ്ടെങ്കിലും 3-4 മന്ത്രിമാർ മാത്രമേ പിണറായി വിജയൻ്റെ ഏറാൻ മൂളികളായി നിൽക്കുന്നുള്ളൂ. അതിലൊരാളാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ബലത്തിൽ ഈ ആരോഗ്യവകുപ്പിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. എന്നാൽ ജനങ്ങളുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന വിഷയമായതിനാൽ ജനങ്ങൾ ഇളകുകയും മന്ത്രിയോട് രാജിവെക്കാൻ ആവശ്യപ്പെടുകയുമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. കോൺഗ്രസും യൂത്ത് കോൺഗ്രസും BJPയും ഒക്കെ പ്രതിഷേധം ഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് ആ മന്ത്രിയുടെ വസതിയിൽ റീത്തും വച്ചിരിക്കുന്നു. ഈ സംഭവം തന്നെ ഒരു അത്യാവശ്യമാണ് എന്നുള്ളതാണ് ജനങ്ങൾ ഒന്നടങ്കം പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഉഷ ജോസഫ് എന്ന സഹോദരിയുടെ വയറ്റിൽ നിന്നും ശസ്ത്രക്രിയ ചെയ്ത് പുറത്തെടുത്തൊരു കത്രികയായിരിക്കും ഈ പിണറായി സർക്കാരിൻ്റെ വിജയിക്കാനുള്ള എല്ലാ പിടിവള്ളികളും അറുത്തുമാറ്റുന്ന കത്രിക എന്നുറപ്പിക്കാം. പിണറായി വിജയന് കേരളത്തെ നശിപ്പിക്കാനുള്ള സമയം അവസാനിക്കാൻ പോവുകയാണ്. മന്ത്രി വാസവൻ, വീണ ജോർജ്, AK ശശീന്ദ്രൻ, ഒരു പരിധിവരെ ശിവൻകുട്ടി തുടങ്ങിയ മന്ത്രിമാർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ പിണറായിക്ക് എന്തു വേണമെങ്കിലും ചെയ്യാനുള്ള വകുപ്പുകളായി മാറിയിരിക്കുന്നു. അഴിമതിക്കും ജനജീവിതം ദുസ്സഹമാക്കുന്നതുമായ ഈ വകുപ്പുകൾ മാത്രം മതി ഈ ഭരണത്തെ കേരളത്തിൽ നിന്നും തുടച്ചുമാറ്റാൻ. കത്രിക വയറ്റിലായതിന് ആരോഗ്യമന്ത്രി എന്തു ചെയ്യുമെന്നും താനല്ലല്ലോ അത് ചെയ്തത് എന്നും പറയുകയാണ് വീണ ജോർജ്. അങ്ങനെ വരുമ്പോൾ ഈ പാലാരിവട്ടം പാലത്തിന് സിമന്റ് കുഴച്ച് കെട്ടിയത് ഇബ്രാഹിം കുഞ്ഞായിരുന്നില്ല എന്നോർക്കണം DYFIക്കാർ. ട്രെയിൻ അപകടത്തിൽ റെയിൽവേ മന്ത്രി രാജിവെക്കുന്നുണ്ടെങ്കിൽ വിമാന അപകടത്തിൽ വ്യോമയാന മന്ത്രി രാജിവെക്കുന്ന ഒരു നാട്ടിൽ ഈ ആരോഗ്യമന്ത്രി 10 പ്രാവശ്യമെങ്കിലും രാജിവെക്കേണ്ടുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. ഇന്നാണ് ഈ മന്ത്രിയെ പുറത്താക്കാൻ ജനങ്ങൾ അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. അതിന് കഴിയുന്നില്ല എങ്കിൽ ഇനി ജനങ്ങൾ തന്നെ പിടിച്ചു പുറത്താക്കാനായി കാത്തു നിൽക്കുകയാണ് വീണ ജോർജിനെ എന്നതാണ് ചുരുക്കം.